സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും അപകടകരമായ ഭീഷണി എന്താണ്? അത് പുറത്തു നിന്നുള്ള യുദ്ധമല്ല, അത് തുറന്ന തട്ടിപ്പുമല്ല, അത് അദൃശ്യ കടമാണ്. ഡൽഹിയിലെ ഒരു യുവാവ് ഒരു ഫുഡ് ആപ്പ് തുറക്കുന്നു. ഇൻസ്റ്റൻറ്റ് റിവാർഡ് എന്നൊരു ബട്ടൺ അമർത്തുന്നു. അവനറിയില്ല അവനൊരു ലോൺ കരാറിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവൻ ബാങ്കിൽ പോയില്ല, ഒരാളുമായി സംസാരിച്ചുമില്ല, ഒരൊപ്പുമില്ല, പക്ഷേ കടം തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് പുതിയ സാമ്പത്തിക രാഷ്ട്രീയം. സൗകര്യമെന്ന പേരിലുള്ള കുടുക്ക്. ബൈ നൗ പേ ലേറ്റർ. ഇന്ന് വാങ്ങൂ, നാളെ അടയ്ക്കൂ. ഇത് സൗകര്യമാണോ? അല്ല, ഇത് ഒരു ലോണാണ്. പക്ഷേ അത് ലോൺ എന്ന പേരിൽ വരുന്നില്ല. അത് റിവാർഡ്, വാലറ്റ്, ഓഫർ എന്ന പേരിലാണ് വരുന്നത്. നമ്മുടെ അറിവില്ലാതെ നമ്മെ കടക്കാരാക്കുന്ന സംവിധാനം. ഇത് സാമ്പത്തിക നവീകരണമല്ല, ഇത് സാമ്പത്തിക കുടുക്കാണ്. അൽഗോരിതത്തിൻ്റെ അധികാരം. ഇന്ന് ലോൺ അനുവദിക്കുന്നത് ഒരു മനുഷ്യ ബാങ്കറല്ല, ഒരു അൽഗോരിതമാണ്. അത് നിങ്ങളെ കാണുന്നില്ല, നിങ്ങളുടെ ജീവിത സാഹചര്യം അറിയുന്നില്ല, നിങ്ങളുടെ പ്രതിസന്ധി മനസ്സിലാക്കുന്നില്ല. അത് കണക്ക് കൂട്ടും, ഒരു യെസ് അല്ലെങ്കിൽ നോ നൽകും. മനുഷ്യനില്ലാത്ത ബാങ്കിങ്, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത അധികാരം. ഇത് ടെക്നോളജിയുടെ പ്രശ്നമല്ല, ഇത് നീതിയുടെ പ്രശ്നമാണ്. ബാങ്കുകളുടെ മൗനസമ്മതമുണ്ട്. ഒരിക്കൽ ബാങ്കുകൾ പൊതുജന വിശ്വാസത്തിൻ്റെ കാവൽക്കാരായിരുന്നു. ഇന്ന് എന്താണ് നടക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മേൽനോട്ടം വഹിക്കുന്ന ബാങ്കുകൾ ഫിൻടെക് കമ്പനികളുമായി കൈകോർക്കുന്നു. ആപ്പുകൾ മുന്നിൽ, ബാങ്കുകൾ പിന്നിൽ. ലാഭം ബാങ്കുകൾക്ക്, റിസ്ക് ഫിൻടെക്കിനും സാധാരണ പൗരന്മാർക്കും. കടം അടയ്ക്കാൻ വൈകിയാൽ ആപ്പ് നോട്ടിഫിക്കേഷൻ വരും, ഫോൺ വിളി വരും, പീഡനം തുടങ്ങും. ഇതൊരു ഷാഡോ ബാങ്കിങ് സംവിധാനമാണ്. നിയന്ത്രണത്തിൻ്റെ നിഴലിൽ വളരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ. ഇത് വെറും സാമ്പത്തിക വിഷയമല്ല, ഇത് ഒരു ജനാധിപത്യ പ്രശ്നമാണ്. സമ്മതമില്ലാതെ കടത്തിലാക്കുന്നത്, സുതാര്യതയില്ലാതെ കരാറിൽ കൊടുക്കുന്നത്, അപ്പീൽ ചെയ്യാനാവാത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെതിരായ പ്രവൃത്തികളാണ്. ഡിജിറ്റൽ ഇൻക്ലൂഷൻ എന്ന പേരിൽ നമ്മെ ഡിജിറ്റൽ കടത്തിലാക്കുന്നത് പുരോഗതിയല്ല, അത് സ്ഥാപനവൽക്കരിച്ച കുടുക്കാണ്. നമുക്കാവശ്യമായ മാറ്റങ്ങൾ. ഓരോ ലോൺ ആക്ടിവേഷനും വ്യക്തമായ മുന്നറിയിപ്പ് വേണം. BNPL ലോൺ എല്ലാ ക്രെഡിറ്റ് റെക്കോർഡിലും കാണിക്കണം. അൽഗോരിതം തീരുമാനങ്ങൾക്ക് മനുഷ്യ അപ്പീൽ വേണം. ഡിജിറ്റൽ പീഡനത്തിനെതിരെ ശക്തമായ നിയമസംരക്ഷണം വേണം. ബാങ്ക്, ഫിൻടെക് പങ്കാളിത്തങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കണം. നിയന്ത്രകൻ പ്രതിക്ഷണം നോക്കി നിൽക്കുമ്പോൾ കൂട്ടത്തിൽ കള്ളൻ കൈയിടുന്ന അവസ്ഥ നിർത്തണം. അവസാന വിളി സൗകര്യസമ്മതമില്ലാതെ വരുമ്പോൾ അത് പുരോഗതിയല്ല, അത് തട്ടിപ്പാണ്. പുതിയ വേഷത്തിൽ അദൃശ്യകടം നമ്മെ സാമ്പത്തിക അടിമകളാക്കരുത്. ഡിജിറ്റൽ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ ആയിരിക്കണം. സ്പഷ്ടത വേണം, സമ്മതം വേണം, ഉത്തരവാദിത്വം വേണം. ഇല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിവാർഡ് എന്ന ബട്ടൺ നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു കടപ്പാട് ആകുന്ന ഈ വിഷയത്തിൽ ജാഗ്രതയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനാകണം.